കേരള രാഷ്ട്രീയത്തിലെ നവതരംഗം. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയപരമായ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും രാഷ്ട്രീയ സംവാദങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്ന യുവ നേതാവാണ് യുവരാജ് ഗോകുൽ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഗോകുൽ RS. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന അദ്ദേഹം പുതിയ തലമുറയുടെ ശക്തമായ ശബ്ദമായി ഇതിനകം മാറിക്കഴിഞ്ഞു. ആദ്യ മണ്ഡലത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നം വലിയ പ്രശ്നമാണ് അവിടെ. ഇപ്പോൾ പല ജംഗ്ഷനുകളുടെയും വികസനം, ഇപ്പോൾ പോത്തങ്കോട് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ജംഗ്ഷനുകൾ വലിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അവിടെയുള്ള വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ അതിനെങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബുണ്ട്. എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ് നെടുമങ്ങാട് ആ മാർക്കറ്റിൽ നിന്ന് അരുവിക്കര റോഡെന്ന് പറയുന്നത്. ആ റോഡിൻ്റെ അവസ്ഥ തന്നെ അതിദയനീയമാണ്. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവിടേക്ക് വലിയ തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് ടാലൻറ്റുകൾ പഠിച്ച് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അവരുടെ ആ ടാലൻറ്റിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പ്രോജക്റ്റുകൾക്ക് വലിയ അനന്ത സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ തിരുവനന്തപുരം നഗരം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വികസനം കടന്നു വരേണ്ടുന്നത് ഈ പറയുന്ന പോത്തങ്കോടായിരുന്നാലും ശരി തന്നെയാണ്, നെടുമങ്ങാടായിരുന്നാലും ശരി തന്നെയാണ്, വെമ്പായായിരുന്നാലും ശരി തന്നെയാണ്. നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ വെമ്പായം ജംഗ്ഷനും വട്ടപ്പാറ ജംഗ്ഷനും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ എങ്ങും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള വലിയ പദ്ധതികൾ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുണ്ടാവും. ആ പദ്ധതികൾ മാത്രമല്ല, നമ്മൾ വേറെയും കുറച്ചുകൂടിയും കാര്യമായിട്ട് തന്നെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് പ്രകടന പത്രിക വരുന്ന സമയത്ത് അത് പൂർണ്ണാർത്ഥത്തിൽ പുറത്തേക്ക് നമ്മൾ പറയുന്നത്. അനന്തപുരിയുടെ മണ്ണിൽ വേരുകളാഴ്ത്തി തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഗോകുൽ തികച്ചും സാധാരണമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. BJP ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന സഹ കൺവീനർ എന്ന നിലയിൽ കേരളത്തിലെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ തന്റേതായ സംഭാവനകൾ നൽകി ഗോകുൽ മുന്നേറുകയാണ്. മാധ്യമ ഇടപെടലുകളിലൂടെയും ആശയപരമായ പ്രചാരണത്തിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും പാർട്ടിയുടെ ബൗദ്ധിക ചട്ടക്കൂട് ശക്തിപ്പെടുത്താൻ അദ്ദേഹം നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. ആശയങ്ങളെയും ആധുനിക മാധ്യമ സാധ്യതകളെയും അടിത്തട്ടിലെ പ്രവർത്തനങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയിലെ നേതൃത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗോകുൽ RSന്റെ രാഷ്ട്രീയ യാത്ര. ഒരു യുവജന പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുജീവിതം ആരംഭിച്ച ഗോകുൽ തന്റെ സംഘടനാ പാടവം കൊണ്ടും ആശയപരമായ വ്യക്തത കൊണ്ടും വളരെ വേഗം ശ്രദ്ധേയനായി. BJP ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന സഹ കൺവീനർ എന്ന നിലയിൽ പാർട്ടിയുടെ ബൗദ്ധിക മാധ്യമ ഇടപെടലുകൾക്ക് അദ്ദേഹം പുതിയ മാനം നൽകി. കേരള രാഷ്ട്രീയത്തിലെ പരമ്പരാഗത സംവാദ രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് വസ്തുതകളിലും കണക്കുകളിലും അധിഷ്ഠിതമായ ഒരു നവരാഷ്ട്രീയ സംവാദ സംസ്കാരത്തിന് അദ്ദേഹം അടിത്തറ പാകി. M5 ന്യൂസ്, തിരുവനന്തപുരം.